ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത ആ വലിയ മാതൃക കൈക്കൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവിൻ്റെ വേർപാട് ലോകമാസകലം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അനുകരിക്കത്തക്ക മാതൃകകൾ ധാരാളം കാട്ടിത്തന്ന പ്രിയ പിതാവിൻ്റെ വലിയ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാധുക്കളോടുള്ള സ്നേഹവും സാധാരണക്കാരോടുള്ള സ്നേഹവും മതവിഭാഗ ഭേദമന്യേ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹീതമായ വ്യക്തിത്വം. അപ്രകാരമുള്ള ആ വ്യക്തിത്വം സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അപ്രകാരമുള്ളവരോടൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിക്കുവാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു. CSI സഭ ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമായി സൗത്ത് ഇന്ത്യയിൽ നിലകൊള്ളുമ്പോൾ കൊല്ലം കൊട്ടാരക്കര CSI മഹായിടവയുടെ പ്രഥമ ബിഷപ്പ് എന്ന നിലയിലും ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായ ആക്സിൻ്റെ ചുമതല ശുശ്രൂഷക്കാരൻ എന്ന നിലയിലും കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ട്രാഡ, അപ്രകാരം തന്നെ CSI സഭയുടെ എക്യുമെനിക്കൽ ഫോറത്തിൻ്റെ മുൻ ചെയർമാൻ എന്ന നിലയിലും ദക്ഷിണേന്ത്യ സഭയുടെ പ്രാർത്ഥനകൾ പ്രസ്തുത വേർപാടിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന ഏവരെയും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കുചേരുന്നു. നമ്മൾക്കൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ദുഃഖിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ അദ്ദേഹം കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നെങ്കിൽ എളിമയും താഴ്മയും വിനയവും സാധുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും നമ്മൾക്ക് പിന്തുടരാൻ കഴിയാൻ സാധിച്ചാൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഒരു വലിയ നോമ്പിൻ്റെ അവസാനം ഈസ്റ്റർ ദിനത്തിൽ ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ സ്വർഗത്തിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ആ വലിയ വ്യക്തിത്വത്തിന്, ആ വലിയ പുണ്യാത്മാവിന് ദൈവം സ്വർഗത്തിൽ സ്വീകരിച്ചതുപോലെ നമ്മളും അതേ യാത്രയ്ക്കായി ഒരുങ്ങാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.